ഞാനിപ്പം ഗോതമ്പ് കൂട്ടിന് എടുത്തിരുന്ന ഒരു ബോൾ ഗോതമ്പ് കൂടെ ഇത് നമുക്കൊന്ന് ഇതിൻ്റെ പശ പോകാൻ വേണ്ടി ആവി കയറ്റിയെടുക്കാം. ഇത് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഗോതമ്പ് പൊടി ഒന്ന് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് കൊടുക്കണം. ഗോതമ്പ് പൊടി ഇവിടെ ആവി കയറി നന്നായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തണുക്കാൻ വെച്ച് കൊടുക്കാം. നമ്മുടെ പുട്ടിന് ഉണ്ടാക്കാനായിട്ട് ഞാൻ പൊടി ഒരു പാത്രമിട്ട് കുടഞ്ഞിട്ട് നമുക്കിത് നനച്ചെടുക്കാം. പുട്ടിന് ആവശ്യമായ രീതിയിൽ നനച്ചെടുക്കാം. അതിനുവേണ്ടി ഇതിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നനച്ചെടുക്കാം. ഇത് ഇപ്പോൾ പുട്ടിനുള്ള പൊടി ഞാൻ ഇവിടെ നനച്ച് വെച്ചു. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ അടച്ച് വയ്ക്കാം. അപ്പോഴത്തേന് നമുക്ക് ഇതിനുള്ള തേങ്ങ റെഡിയാക്കാം. അപ്പോൾ ഇതിന് ചെറിയ ചെറിയ കട്ടകളുണ്ട്. ഇതൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. നമുക്ക് നമ്മുടെ ആദ്യത്തെ പുട്ടുണ്ടാക്കി കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ കുക്കറിൻ്റെ മേളിലാണ് വയ്ക്കുന്നത്. അപ്പം കുക്കറിനകത്ത് വെള്ളം വെച്ച് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്നിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പൊടി നിറച്ച് കൊടുക്കാം. ഇടയ്ക്ക് സ്വല്പം തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. മുകളിൽ ശകലം തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്കിത് അടച്ച് കുക്കറിൻ്റെ മേലോട്ട് വയ്ക്കാം. കുക്കറിനകത്ത് വെള്ളം ഞാൻ ഓൾറെഡി വെച്ചിരുന്നു. അതിപ്പോൾ തിളച്ചിരിക്കും. അപ്പം നമുക്ക് ഇതിൻ്റെ മേലോട്ട് വെച്ചെടുക്കാം. ഇനി ഇത് നന്നായി ആവി കയറി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആവി കയറി വേകണം. ഇത് വെന്തുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ പുട്ടിവിടെ റെഡിയായി. നമുക്കിതൊരു പാത്രത്തോട്ട് മാറ്റാം. നമ്മുടെ ആദ്യത്തെ പുട്ട്. അപ്പോൾ നമുക്കിത് കാസറോളോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ പുട്ട് ഇവിടെ റെഡിയായി. നമ്മുടെ പുട്ടും കടലയും. ചൂട് പുട്ടും കടലയും.